പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പലരും പ്രധാനമന്ത്രിയെ കൊള്ളരുതാത്തവനെന്നും കഴിവുകെട്ടവനെന്നും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഇതേപോലെ തന്നെ സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1987 അന്നത്തെ ഗൾഫ് വാർ നടന്ന സമയത്ത് അന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അന്നാകട്ടെ അവർ പറഞ്ഞ പ്രസ്താവനയെ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ചിത്രം. ഈ ചിത്രത്തിൽ പറയുന്നത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി സ്വർണം ആവശ്യത്തിന് വാങ്ങിക്കൂട്ടരുത് എന്നതാണ്. അത്തരം ഒരു മുന്നറിയിപ്പായിരുന്നു ജനങ്ങളിലേക്ക് അന്ന് പ്രധാനമന്ത്രി നൽകിയത്. അന്ന് പറഞ്ഞ പ്രസ്താവനയെ എല്ലാവരും അംഗീകരിച്ചു. ഈ പ്രസ്താവനയെ വിമർശിക്കാൻ ആരും അന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നീട് വന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരണം മാറി. പിന്നീട് ആദ്യമായിട്ടാണ് രാജ്യത്ത് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമരത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നരേന്ദ്രമോദിയിൽ കുറ്റം കണ്ടെത്താൻ ഇവിടുത്തെ മോദി വിരുദ്ധർ ഓരോ അവസരത്തിലും ആ ഒരു രീതി അവർ പ്രയോഗിക്കുകയും ചെയ്തു. അതേസമയം അതായത് ഈ ഒരു നയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ഒരു പ്രസ്താവന ഉന്നയിച്ചപ്പോൾ ഇവിടെ കണ്ടത്. കോവിഡ് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് ചെണ്ട കൊട്ടാൻ പറഞ്ഞതും വിളക്ക് കൊളുത്താൻ പറഞ്ഞതും മൊബൈൽ ഫോണിന്റെ ലൈറ്റ് കാണിക്കാൻ പറഞ്ഞതും അങ്ങനെ പല പല വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന ഒരു പമ്പര വിഡ്ഢി എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ പോലും ഇവിടെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു പ്രസ്താവനയും അത്തരം ഒരു വിഡ്ഢിത്തമായി കണ്ടാൽ മതി എന്ന തരത്തിലായിരുന്നു ഓരോരുത്തരും, അതായത് മോദി വിരുദ്ധരിൽ ഓരോരുത്തരും കഴിഞ്ഞ ദിവസം പല കമന്റുകളും നൽകിയത്. പക്ഷെ മോദിയുടെ വില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന യഥാർത്ഥ വശം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ചില മിടുക്കന്മാരായ വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന്, അതായത് ഈ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി തരികയാണ് ചെയ്തിരിക്കുന്നത്. അവർ ആ പഴയ വസ്തുത ചികഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ ആ പത്ര കട്ടിംഗ് ഇവിടെ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് ഇവിടെ വിമർശകർ ആരും തന്നെ അതിലൊരു അന്വേഷണം നടത്താൻ പോലും ശ്രമം നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത്, വിദേശ യാത്ര ഒഴിവാക്കുക, ഇന്ധനം ലഭ്യമാക്കുക, സാധ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കുക. ഇന്ത്യൻ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള ഈ അഭ്യർത്ഥന ഒരു ദേശീയ ഉത്തരവാദിത്തമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാൽ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുത്തിക്കൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാനായിരുന്നു ഇവിടുത്തെ പല മോദി വിരുദ്ധരും ശ്രമം നടത്തിയത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക ഊർജ പ്രതിസന്ധി ഉണ്ടാകുമെന്ന അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിനായി ചെറിയ ത്യാഗങ്ങൾ ചെയ്യണമെന്ന തോന്നൽ ഉയർത്തുകയാണ് ഇവിടെ ഈ ഒരു അഭ്യർത്ഥനയിലൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സാമ്പത്തിക വെല്ലുവിളികളെ രാജ്യസുരക്ഷയുമായി തന്നെ ബന്ധിപ്പിക്കുമ്പോൾ ഭരണകൂടത്തിന് കർശന സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാനുള്ള സാമൂഹിക പിന്തുണ ലഭ്യമാക്കുവാനും സാധ്യത കൂടുതലാണ്. ഇന്ധന വില വർധന, രൂപയുടെ മൂല്യ തകർച്ച, ഇറക്കുമതി സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു മണിക്കൂർ രാഷ്ട്രീയ വിശദീകരണം നൽകുവാനും ഇതിലൂടെ ശ്രമമുണ്ട്. പ്രതിസന്ധി ആഗോളമാണ്. അതിനാൽ തന്നെ ജനങ്ങളും പങ്കാളികളാകണം എന്ന സന്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ മാത്രം ചുമതലയായിരിക്കാൻ ഇത് സഹായിക്കുമെന്നും അതേസമയം ജനങ്ങളുടെ ജീവിതശൈലിയും തെളിവുകളും നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം തന്നെ സാമ്പത്തിക പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇവിടെ ഓരോ രീതിയിലും ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.